ഹായ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ റെഡ്മി നോട്ട് 7 പ്രോൻ്റെ ഒരു അൺബോക്സിംഗ് ആണ്. ഈ വീഡിയോ ഞാൻ എടുക്കുന്നില്ല ഗൈസ്, ആദ്യം തന്നെ പറയാം. എൻ്റെ കൂട്ടുകാരൻ എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ കുറച്ച് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക. അവൻ ഷൂട്ട് ചെയ്തിട്ട് അയച്ചെന്നാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് അങ്ങോട്ട് പോയേക്കാം. ഞാൻ കുറച്ച് ഫങ്ഷൻസ് വേഗം തന്നെ പറയാം ഈ ഫോണിനെ പറ്റിയിട്ടുള്ള. ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് 6.3 ഇഞ്ചാണ്. അതേപോലെ തന്നെ ഫുൾ HD ഡിസ്പ്ലേ ആണ്. ഈ ഫോണിൻ്റെ വേർഷൻ എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് 10 ആണ് വരുന്നത്, പൈൻ്റെ. അതേപോലെ തന്നെ ക്യാം 48+5 MP ആണ്. പിന്നെ ഗ്ലാസ് ബാക്ക് ആണ്, ഗൊറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷൻ വരുന്നുണ്ട് പുറകിൽ. അതേപോലെ തന്നെ നമ്മുടെ ഹെഡ്ഫോൺ ജാക്കിൻ്റെ 3.5 mm ആണ് വരുന്നത്. പിന്നെ നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം ജസ്റ്റ് ഒന്ന്. അപ്പോൾ ഇതാ ഞാൻ ഫോൺ എടുക്കുകയാണ്. എടുത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് പെട്ടി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ ഫോണിൻ്റെ മെയിനായിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പ്രോസസ്സറാണ്. സ്നാപ്ഡ്രാഗൺ 670 വരുന്നുണ്ട്. നല്ല പവർഫുൾ പ്രോസസ്സർ തന്നെയാണ്. ഗെയിമിങ്ങിനൊക്കെ അടിപൊളിയാണ്. അധികം ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും വരില്ല. കുറച്ച് പവർഫുള്ളായിട്ടുള്ള ഒരു പ്രോസസ്സർ തന്നെയാണ്. എന്തായാലും ഞാൻ റിവ്യൂ ഇടുന്നതാണ് നോട്ട് 7 പറ്റിയിട്ടുള്ള. ഇത് ജസ്റ്റ് ഒരു അൺബോക്സിംഗ് ആണ്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഇംപ്രഷൻ മാത്രമേ പറയാൻ പറ്റുള്ളൂ ഗൈസ്. എൻ്റെ ഫ്രണ്ട് ഷെയർ ചെയ്ത ഇംപ്രഷൻ മാത്രമേ എനിക്ക് നിങ്ങളുമായിട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അതൊന്ന് പറയുന്നതേ ഉള്ളൂ. എൻ്റെ കയ്യിലുള്ളതെന്ന് പറയുന്നത് 6GB 128 വേരിയൻ്റ് ആണ്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. പ്രൈസ് എന്ന് പറയുന്നത് 14K ആണ്, 14K. അപ്പോൾ നമുക്ക് ഫോണൊന്ന് അൺബോക്സ് ചെയ്യാം. പിന്നെ ഗൈസ്, ഇതിന് വരുന്ന സിമ്മിൻ്റെ നമ്മുടെ ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് വരുന്നത്. ഇത് ആദ്യം അൺബോക്സ് ചെയ്തതാണ് ഗൈസ് ഈ ഫോൺ. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അവൻ ഒന്നും കൂടി അൺബോക്സ് ചെയ്തതാണ്. ബാക്ക് കവർ വരുന്നുണ്ട് ഫോണിൽ. അതേപോലെ തന്നെ അടിപൊളി ബാക്ക് കവറാണ് ഗൈസ്. നല്ല ഒരു എന്താ പറയുക, ഗ്രേഡിയൻ്റ് ലുക്ക് തരുന്നൊരു ഫോണാണിത്. ഈ ബ്ലാക്ക് കളറാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത്. അതേപോലെ തന്നെ അടിപൊളിയാണ് ഫോൺ, ഒരു രക്ഷയില്ല ഗൈസ്. ഇതിൻ്റെ കൂടെ ഇജക്റ്റിംഗ് പിന്ന് വരുന്നുണ്ട്. അതേപോലെ തന്നെ യൂസർ മാനുവലും നിങ്ങൾക്ക് സാധാരണ ഇപ്പോൾ എല്ലാ ഫോണിനും ഉള്ള പോലെ തന്നെ യൂസർ മാനുവലും അങ്ങനത്തെ സംഭവം കുറച്ചങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഫോൺ അങ്ങോട്ട് എടുക്കാം. ഫോൺ എടുക്കുക, സൈഡിൽ വെക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെ ഉണ്ട് നോക്കാം. ജസ്റ്റ് ഒന്ന് ഈ കവർ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ യൂസർ ഗൈഡ് ഉണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ക്യാം എന്ന് പറയുന്നത് എടുത്ത് പറയാണ്ട് തന്നെയാണ് ഗൈസ്. 48+5 MP ആണ് ക്യാമറ വരുന്നത്. കിടുക്കാച്ചി ക്യാമറയാണ്, ഒരു രക്ഷയില്ലാത്ത ക്യാമറയാണ്. അപ്പോൾ ഇതവിടെ ടൈപ്പ് C കേബിളും അതേപോലെ തന്നെ അഡാപ്റ്ററും വരുന്നുണ്ട്. അഡാപ്റ്റർ എന്ന് പറയുന്നത് 10 വോൾട്ടാണ്. അതേപോലെ തന്നെ നമ്മളെ ഫോണ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ബൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ റിവ്യൂ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഡിസ്പ്ലേ 6.3 ഇഞ്ച് ഡിസ്പ്ലേ ആണ്. നല്ലൊരു പെർഫോമൻസ് തരുന്നൊരു കിടുക്കാച്ചി പ്രോസസ്സറാണ് ഗൈസ്, പറയാതിരിക്കാൻ വയ്യ. അടിപൊളിയാണ്. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഫോൺ പറയുന്നുണ്ട് ബഡ്ജറ്റ് കിങ് ആണ്, അടിപൊളി ഫോണാണ്. നിങ്ങളിപ്പോൾ പുതിയ ഫോൺ എന്തെങ്കിലും എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അടിപൊളി ഫോണാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ ഫോണാണ്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം ഒന്ന് യൂസ് ചെയ്തതിന് ശേഷം എക്സ്പീരിയൻസ് ഞാൻ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുന്നതാണ്. നമ്മുടെ PUBG ഗെയിം ടെസ്റ്റും അതേപോലെ തന്നെ ഫ്രീ ഫയറും തീർച്ചയായിട്ടും ഞാൻ എന്തായാലും ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഗായ്സ്. ബൈ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം.